വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി, CPM-ൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന്. പവർ ഗ്രൂപ്പ്, അങ്ങനെ CPM-ൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് വി ഡി സതീശൻ്റെ നിലപാട്. ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് AICC മുൻ അംഗം സിമി റോസ്ബെൽ ന്യൂസ് 80-ൽ നടത്തിയിട്ടുള്ള ചാനൽ അഭിമുഖത്തെ കൃത്യമായിട്ട് കേൾക്കുകയുണ്ടായി. അവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ മുമ്പിലുള്ളതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. കോൺഗ്രസിലെ യോഗ്യത, നേതാക്കളുമായുള്ള ബന്ധം, അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണം, പ്രീതിപ്പെടുത്താൻ പുറത്തായതുകൊണ്ട്, പ്രീതിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം കിട്ടിയില്ല. പ്രീതിപ്പെടുത്തിയാൽ കഴിവും പരിചയവും ഇല്ലാത്തവർക്ക് നേതാക്കളായി മാറാം. കോൺഗ്രസിൽ വനിതകൾക്ക് വളരാൻ സ്പോൺസർമാരെ വേണം. നടക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. കോൺഗ്രസിൽ പ്രായമായ സ്ത്രീകളെ പരിഹസിക്കുന്നു. കോൺഗ്രസിൽ ലിംഗവിവേചനമുണ്ട്. സിനിമയിലെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ പദം എവിടുന്നാണ് കിട്ടിയതെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് കൃത്യമായി മനസ്സിലായത്. ഇവരുടെ ഇടയിൽ തന്നെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈ പവർ ഗ്രൂപ്പ്. സിനിമയെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പുണ്ട് എന്നാണ് ഈ സിമി റോസ്ബെല്ലിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത്. വിവേചനം നടപ്പിലാക്കുന്നത് പവർ ഗ്രൂപ്പാണ്. അവസാനത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവും ഉണ്ട്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് CPM-ൻ്റെ ഭാഗമായിട്ട് ആരോപിക്കപ്പെടുന്നത് എന്നത് വി ഡി സതീശൻ തന്നെ ഈ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടതിന് ശേഷം വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. പിന്നെ സംഘടനാപരമായ ചില കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുണ്ട്. VP ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവായി. TP രാമകൃഷ്ണൻ LDF കൺവീനർ ചുമതല ഏറ്റെടുക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വേറൊരു പ്രധാനപ്പെട്ട സംഘടനാപരമായ കാര്യം, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ജില്ലാ കമ്മിറ്റി നിർദ്ദേശത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകി. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ള കാര്യം. 24-ാം പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ സമ്മേളനങ്ങളുടെയും സംസ്ഥാന സമ്മേളനങ്ങളുടെയും എല്ലാം ഷെഡ്യൂൾ തയ്യാറാക്കി കമ്മിറ്റി അംഗീകരിച്ചു. നാളെ മുതൽ കേരളത്തിലുടനീളം പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. 30,000-ത്തിലധികം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ നാളെ മുതൽ രാവിലെ ആരംഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്.